പറഞ്ഞ ഈ കോട്ടകൾ ഇടിപ്പാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാവുന്നത്, പലപ്പോഴും സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. സ്ട്രോങ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ചിന്ത ഭാരത്തിൻ്റെ ചിന്തയാകാം, നെഗറ്റീവ് ചിന്തയാകാം, അതിനോട് ചുറ്റിപ്പറ്റി മറ്റ് ചിന്തകൾ ആഡ് ചെയ്ത് അതൊരു ഭാരമായി, ടെൻഷനായി, സ്ട്രെസ്സായി, പ്രശ്നമായി അതേ കിടന്ന് ചുറ്റിക്കറങ്ങുന്ന ഒരു അനുഭവമായി മാറുമ്പോൾ അതിനകത്ത് പൈശാചിക ശക്തികൾ കിടം കിട്ടുന്നു. ദുരാത്മാവ് ഈ സ്ട്രോങ് ഹോളിനകത്ത്, ബങ്കറിൻ്റെ അകത്ത് പടയാളികൾ ഒളിച്ചിരിക്കുന്നത് പോലെ, ശത്രുക്കൾ ഒളിച്ചിരിക്കുന്നത് പോലെ ചിന്തകളുടെ കൂട്ടത്തിനുള്ളിൽ പൈശാചിക ശക്തികൾ ഇടം തേടുന്നു. അവൻ വന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഈ ചിന്ത വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും ചിന്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഈ ചിന്ത എനിക്ക് വേണ്ട, പക്ഷെ ഇപ്പോൾ ഇത് കോട്ടയായി തീർന്നിരിക്കുന്നതിനാൽ ഇനിയും ആ ചിന്തയെ ഇയാൾക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല. ആ രീതിയിൽ കൺട്രോളിൽ നിന്ന് പോയപ്പോൾ ആ വ്യക്തിയുടെ സ്പിരിച്വൽ ക്വാളിറ്റി അത് ബാധിക്കും. പ്രാർത്ഥിക്കാനൊക്കത്തില്ല. പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പിശാച് ഈ ചിന്തയിട്ട് കറക്കും. ബൈബിൾ വായിക്കാൻ ഒക്കത്തില്ല. ബൈബിൾ വായിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഏകാഗ്രത കിട്ടത്തില്ല. കണ്ടോ, ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനാൽ ലഭ്യമാകേണ്ട ആത്മീക വളർച്ച തടസ്സപ്പെട്ടു.